ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിൽ, അതായത് PSC റാങ്ക് ബുക്ക് ലേണിംഗ് ആപ്പിൻ്റെ ഒഫീഷ്യൽ ചാനലായ PRBയുടെ ഒഫീഷ്യൽ ചാനലായിട്ടുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ നിങ്ങൾ ജാഫോസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലിലൂടെ ആയിരിക്കും എൻ്റെ ക്ലാസ്സുകൾ കാണാറുള്ളത്. എന്നാൽ ഈ ഒരു ചാനലിലൂടെയും നിങ്ങളിനി കൂടുതലായിട്ടും എൻ്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. എന്താണ് ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്നുള്ളത് പറയാം. കേരള PSC ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ പരീക്ഷകളിലായി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളെ ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം, നിങ്ങൾ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നു, PSCയുടെ പുതിയ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയതും പഴയതുമായ രീതികൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, പരമാവധി ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങളെ നിർഭയമായിട്ട് നേരിടാനും ഒരു ചോദ്യത്തിന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ആൻസർ കണ്ടെത്തുക എന്നുള്ളത് പരിശീലിക്കാനും, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സഹായകമാവും. PSC മേഖലയിൽ മുമ്പ് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവരുടെ പരിശീലനത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു ഭാഗമാണ് ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം നിങ്ങളിത് കാണാൻ. പരമാവധി ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 50 ചോദ്യപേപ്പറെങ്കിലും ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വരുന്ന LDC പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കാൻ പാടില്ല. 50ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കടന്നു പോയാൽ പിന്നെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആവും ആ ഒരു മേഖലയിൽ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ കണ്ടുവരുന്ന രീതി, തുടക്കത്തിൽ ഏതൊരു സീരീസ് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ 1-2 ക്ലാസ്സിന് നല്ല ആളുണ്ടാവും, തുടക്കത്തിൽ നല്ല ആളുണ്ടാവും, തൊട്ടടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3-1 4 ഭാഗമുണ്ട്. പിന്നെയുള്ള അങ്ങോട്ട് വളരെ അപൂർവം ചില ആളുകളെ ഫോളോ ചെയ്യാറുള്ളൂ. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ എൻ്റെ ക്ലാസ് ഗുണമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഗുണകരമല്ലാത്തതുകൊണ്ടാവാം, അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതല്ല, പൊതുവെ കാണുന്ന ഒരു സൈക്കോളജിയാണത്. എന്തിനും ആദ്യം ഉണ്ടാവുന്ന ഒരു ആരംഭശൂരത്വം അത് പിന്നീട് പലർക്കും ഉണ്ടാവില്ല. അത് പഠനത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ഊർജ്ജം നഷ്ടപ്പെടാതെ സെയിം ഊർജ്ജത്തോടുകൂടി ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരായിരിക്കും ജീവിതത്തിൽ വിജയം നേടുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആവർത്തിക്കാനുള്ളത്, ഈ സീരീസ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിർത്തിപ്പോകരുത്. കൃത്യമായിട്ട് ഇനി അഥവാ ക്ലാസ് പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, സജഷൻസ് പറഞ്ഞോളൂ, ഞാനത് മാറ്റങ്ങൾ വരുത്താൻ മാറ്റാം, നോ പ്രോബ്ലം. മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാ സജഷൻസും ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് കമൻറ്റായോ പേഴ്സണലായിട്ടോ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയാണ്, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊരു കൃത്യമായ ഒരു നല്ല കട്ടിയുള്ള ഒരു നോട്ട് ബുക്ക് സൂക്ഷിക്കുക. എന്തിനാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സഫാരിക്ക് വേണ്ടിയിട്ട് ഓരോ പരീക്ഷയും ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സീരീസ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇംഗ്ലീഷ് ബുക്കാണ് ജാഫർ സാദിഖ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ പറയുന്ന പല അഡ്വാൻസ്ഡായ പോയിൻറ്റുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ബുക്കാണിത്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് നിലകൊള്ളുന്ന, ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ആമസോണിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇടാം, ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ സോഡിയാക് പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വലിയ ബുക്കാണ്. ഇതിൽ കഴിഞ്ഞ 25 കൊല്ലത്തെ 4 നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ശേഖരവും അവസാന ഭാഗത്തുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കാണ്. വാങ്ങിയവരോടൊക്കെ അഭിപ്രായം ചോദിക്കുക. എന്നിട്ട് ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാങ്ങിക്കുക. 1000ഓളം പേജുകളുണ്ട്, വലിയ ബുക്കാണ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആമസോണിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വില കുറഞ്ഞ് കിട്ടും. ഞാൻ ലിങ്ക് താഴെ ഇടാം, ആവശ്യമുള്ളവർ വാങ്ങിക്കാം. ഓക്കെ, ആവശ്യമുള്ള ആളുകൾ, നിർബന്ധം പറയുന്നില്ല, ബുക്കില്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കണ്ടാലും മതി, നോ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ഇതുപോലെ എൻ്റെ ക്ലാസ്സുകളും നോട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മൊബൈൽ ആപ്ലിക്കേഷനാണ് PSC റാങ്ക് ബുക്ക്. 1,00,000-ഓളം ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ BTLDC എന്ന് പറയുന്നൊരു ബാച്ച് തന്നെയുണ്ട്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും ഇന്ന് റാങ്ക് ലിസ്റ്റ് ഇടം നേടിയിട്ട് റാങ്ക് മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ എല്ലാതരം നോട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുന്നൊരു ആപ്ലിക്കേഷനാണ്. നോട്ടുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പ്രാക്ടീസ് സെഷനിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാ തരത്തിലുള്ള കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലൂടെ ലഭിക്കും.
ഇതിൻ്റെയൊക്കെ പുറമേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഏത് പരീക്ഷയ്ക്ക് വേണ്ട സ്റ്റഡി പ്ലാൻ ഇവിടെ കിട്ടും. കലണ്ടർ രൂപത്തിൽ തന്നെ ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ, അതായത് നോട്ടും അത് ബേസ് ചെയ്തിട്ടുള്ള MCQs, നോട്ട് ബേസ് ചെയ്ത MCQs ഏതാണ്. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞ വിഷയമാണെങ്കിൽ നാഡീവ്യവസ്ഥ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ MCQs കിട്ടും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. MCQs നോട്ട് വായിക്കാം, MCQs ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും അന്നന്ന് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് അന്ന് പഠിക്കേണ്ട എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന കൃത്യമായ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള എല്ലാ വിഷയത്തിനും മെൻറ്റർഷിപ്പുള്ള കൃത്യമായ എന്താ പറയുക സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന് 1000ഉം 10,000ഉം ലക്ഷങ്ങളൊന്നും വേണ്ട. നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന പൈസയെ വരുള്ളൂ. 890 രൂപയാണ് അതിൻ്റെ പ്രൈസെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു ഓഫറുണ്ട് 6%. അതിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടും. അതിന് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ന്യൂ ഇയർ 6+1 എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ജാഫർ സാദിഖിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, വീഡിയോ കണ്ടിട്ടാണ് എന്ന്. ഇനി അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ മെസ്സേജ് അയച്ചാൽ തന്നെ ന്യൂ ഇയർ 6+1 എന്ന് അയച്ചാൽ തന്നെ സംഗതി മനസ്സിലാവും. നമ്മളെ സ്വന്തം ആൾക്കാരാണ്. നമ്മളെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ മാതിരി അല്ലേ, ഗുലാൻ്റെ ആളാന്ന് പറയുന്ന മാതിരി നമ്മളെ സ്വന്തം ആളാന്ന് മനസ്സിലാവും. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും. ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ 2 കാര്യം ഞാൻ അഡീഷണലായി പറഞ്ഞു. ഒന്ന്, നമ്മളെ ബുക്ക് ആവശ്യമുള്ളവർക്ക് പുസ്തകം വാങ്ങിക്കാം, പർച്ചേസ് ചെയ്യാം. ആമസോണിനോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ, ആമസോണിലാണ് വില കുറവുള്ളത്, വാങ്ങിച്ചോളാം. അതല്ലെങ്കിൽ സോഡിയാക്കിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ താഴെ തരാം. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എൻ്റെ നമ്പറും ഞാൻ താഴെ നൽകാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ സീരീസിലെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരള PSC ജനറൽ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സഫാരി. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്ത് നടന്ന 2023 മെയ് മാസം 11-ാം തീയതി നടന്ന ഒരു VFAയുടെ കോബ്ലർ BFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യപേപ്പറാണ്. ഒരുപാട് ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊരു കടലാസ് എടുത്തിട്ട്, ഞാൻ ഈ പരീക്ഷയിൽ 10 ചോദ്യം ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 10 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊരു കടലാസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് ഞാൻ പിന്നീട് ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. മാർക്ക് 2 മാർക്കാണെങ്കിലും 3 മാർക്കാണെങ്കിലും ഒന്നും ഭയപ്പെടേണ്ട. തുടക്കത്തിൽ 2, 3 കിട്ടുള്ളൂ. പിന്നെയാണ് അത് 4, 5 ആവുന്നത്. പിന്നെയാണ് 6, 7 ആവുന്നത്. പിന്നെയാണ് 8, 9 ആവുന്നത്. പിന്നെയാണ് 10ൽ 10 ആവുന്നത്. ഓക്കെ, അങ്ങനെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷാർത്ഥി ആയി മാറുന്നത്. ഓക്കെ, എനിവേ ലെറ്റ്സ് ബിഗിൻ. ചോദ്യം 1. ആൻസർ ചെയ്തോളാം, ചെറിയൊരു സമയം തരുള്ളൂ. ചേഞ്ച് ഇൻ ടു ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഇതാണ് സെൻറ്റൻസ്. സെഡ് റാണി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 1. ഞാൻ കുറേ വായിച്ച് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയുന്നില്ല. സമയം കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഇതിവിടെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. Rani said that she visited Mumbai last week. Rani said that she has visited Mumbai last week. Option C, Rani said that she had visited Mumbai last week. Option D, Rani said that she had visited Mumbai the previous week. Okay. Question number 2. What does the prefix extra means in the word extraordinary? Extraordinary എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ എന്ന് പറയുന്ന പ്രിഫിക്സ്, നമ്മൾ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എക്സ്ട്രാ എന്ന് പറയുന്ന വേർഡിൻ്റെ പ്രിഫിക്സിൻ്റെ മീനിങ് എന്തായിരിക്കും? എഗനസ്റ്റ്, സിമിലർ, ഓപ്പോസിറ്റ്, ബിയോണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശരി ഉത്തരം ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദി ചോയ്സസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ അല്ല, ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ഡാഷ്, ആ വേർഡ് ഞാൻ വായിക്കില്ല, ഈസ് എ ഫീമെയിൽ ഷീപ്പ്. അതിൻ്റെ മുന്നിൽ ഈ പറയുന്ന EWE എന്ന് പറയുന്ന വാക്കില്ലേ, ഇതിൻ്റെ മുന്നിൽ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറയുന്ന വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലൂറൽ ഫോം എന്താണ്? സിംഗുലറും പ്ലൂറലും നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റിമുലൈ,
സ്റ്റിമുല, സ്റ്റിമുലി, സ്റ്റിമുലസസ്. എത്രയുണ്ട്? ഏതായിരിക്കും ആൻസർ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് 5. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഇത് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ ഗോട്ട്, ബി ഹാഡ് ഗോട്ട്, സി വിൽ ഹാവ് ഗോട്ട്, ഡി വുഡ് ഹാവ് ഗോട്ട്. വിച്ച് വൺ ഇസ് കറക്റ്റ് ആൻസർ? നെക്സ്റ്റ്, fill in the blanks with the correct degree of comparison. The exam is dash easy than the last one. Option A more easy, B easier, C most easy, D easiest. Which one is the correct answer? Question number 7. What is the synonym of soar? Soar എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ സിനോണിം എന്താണ്? അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്യക്കൂട്ടത്തിലുണ്ട്. ഏതാണത്? ഓപ്ഷൻ എ ഡീസെൻറ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസ്, ഓപ്ഷൻ സി അസെൻറ്റ്, ഓപ്ഷൻ ഡി ഡിക്രീസ്. ആൻസർ കീയിൽ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് അവിടെ ആൻസർ ഉണ്ട്. ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഓക്കെ, അടുത്തത് സെലക്ട് an appropriate question tag for the following sentence. I am an artist dash. ഓപ്ഷൻ എ am in I, ഓപ്ഷൻ ബി am I, ഓപ്ഷൻ സി ആണ് aren't I, ഓപ്ഷൻ ഡി haven't I. Which one is the correct answer? ക്വസ്റ്റ്യൻ ടാഗാണ്. സിമ്പിളായിട്ടുള്ള നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. എങ്കിലും ചതികൾ മറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. 9. ഫൈൻഡ് ഔട്ട് മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർട്ട്ഹൈഡ്. അപ്പാർട്ട്ഹൈഡ് എന്ന് പറയുന്ന അപ്പാർട്ട്ഹൈഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലേ? യെസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ലോൺലിനെസ്, ഹാപ്പിനെസ്, അസോസിയേഷൻ, സെപ്പറേറ്റ്നെസ്. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഫോർ ഡച്ചസ്? ഡി നമുക്ക് ക്യാപിറ്റൽ കൊടുക്കണം. ഡച്ചസ്, ഡ്യൂക്ക്, അതൊക്കെ ക്യാപിറ്റലാണ് വേണ്ടത്. ഡി. ഏൾ, വൈസ്രോയ്, ഗവർണർ. ഓക്കെ, സോ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? മസ്കുലിൻ ജെൻഡർ, പുല്ലിംഗം. 10 ചോദ്യവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, 10 ചോദ്യവും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കഷനാണ്. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോക്കണം. 1ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ലാസ്റ്റ് വീക്ക് പോലെയുള്ള വാക്കുകളാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ടൈം വേർഡ്സ് തന്നിട്ടുണ്ടാവും, ടൈം ഇൻഡിക്കേറ്റേഴ്സ്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്കൊക്കെ പ്രീവിയസ് വീക്ക്, പ്രീവിയസ് ഡേ എന്നാകും അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് വിസിറ്റ് ലാസ്റ്റ് വീക്ക് തെറ്റ്, ഒറ്റ നോട്ടത്തിലെ ആൻസർ വരും. വേറെ ഒന്നും സത്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. പിന്നെ ഇതാ റാണി അല്ലേ, സെഡ് ദാറ്റ്. പിന്നെ ഇവിടെ സിമ്പിൾ പാസ്റ്റില്ല, വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റാണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ ഏത് രൂപത്തിലേക്ക് മാറും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും അല്ലേ? അങ്ങനെയല്ലേ? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതവിടെ ഹാഡ് വിസിറ്റഡ് എന്നുള്ളത് ഹാഡ് വിസിറ്റഡ് എന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം. നോ പ്രോബ്ലം. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്, നോ പ്രോബ്ലം. യു ആർ ഓൾവേസ് വെൽക്കം ടു ഗെറ്റ് ക്ലിയർഡ് യുവർ ഡൗട്ട്സ്. ഓക്കെ, ഐ എം ഓൾവേസ് റെഡി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ എന്ന് പറയുന്ന പ്രിഫിക്സ് ഇല്ലേ, അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഓർഡിനറി സാധാരണ, അസാധാരണം. അപ്പോൾ കുറച്ചും കൂടെ സംഗതി കൂടുതലായിട്ടും അതിൻ്റെ ഒരു ഡിഗ്രി കൂട്ടി പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത്, നിലവിലുള്ള
നിലവാരത്തിന് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ഡിഗ്രിയെ കാണിക്കുന്ന ഒരു പ്രിഫിക്സാണ് എന്ത് എക്സ്ട്രാ. പ്രിഫിക്സും ഉണ്ട് സഫിക്സും ഉണ്ട്. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ മുമ്പിൽ വെക്കുന്നത് പ്രിഫിക്സ്, റൂട്ട് വേർഡിൻ്റെ പുറകിൽ വെക്കുന്നത് സഫിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂട്ട്നെസ്, ഈ നെസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ സഫിക്സ്. ഓക്കെ, എന്നാൽ ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ഇതിൻ്റെ മുമ്പിൽ വെക്കുന്നതുകൊണ്ട് ദിസ് ഈസ് പ്രിഫിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് ബിയോണ്ട് എന്നാണ്. ഓക്കെ, ബിയോണ്ട് മറക്കരുത്, ബിയോണ്ട്. ഗോട്ട് ഇറ്റ്? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം അതുകൂടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എക്സ്ട്രയാണ്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എന്നാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ബിയോണ്ട്. അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്നാണ് അർത്ഥം. അൺഫെയർ, അൺഫ്രണ്ട്ലി, അൺഡൺ, അൺനോൺ, അല്ലേ? നേരെ ഓപ്പോസിറ്റാണ്. നോണിൻ്റെ ഓപ്പോസിറ്റ് അൺനോൺ, ഓപ്പോസിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ് ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കിട്ടുന്നത് ഡിസ്ഗ്രേസ്, ഡിസ്ഹോണസ്റ്റ്, ഡിസ്അപ്പിയർ. ഉള്ളിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യാറുള്ളത് പൊതുവെ. ഇൻലാൻഡ്, ഇൻസൈഡ്, അകത്ത്, അല്ലേ, ഉള്ളിൽ. മിസ്, റോങ്ലി എന്ന അർത്ഥത്തിൽ, മിസ്ഇൻറ്റർപ്രറ്റ്, മിസ്റ്റേക്ക്, മിസ്അണ്ടർസ്റ്റാൻഡ്. വീണ്ടും, എഗൈൻ എന്ന അർത്ഥത്തിൽ, റിട്ടേൺ, റീഡിസ്കവർ, റീറ്ററേറ്റ്, റീയൂണൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വീണ്ടും പറയാം. ഓക്കെ, ആവർത്തിച്ച് പറയാം. റീയൂണൈറ്റ്, വീണ്ടും യോജിക്കുക. സബ് എന്ന് പറഞ്ഞാൽ അണ്ടർ, സബ്മേർജ്, സബ്മറൈൻ, സബ് കാറ്റഗറി, സബ് ടൈറ്റിൽ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, എക്സാമിന് നിരന്തരം ചോദിക്കുന്ന. ഞാനിവിടെ എന്തെങ്കിലും ഒരു സാധനം അഡീഷണൽ തരുന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ എന്ന അർത്ഥത്തിൽ, മിഡ് ഡേ, മിഡ് വേ, മിഡ് സമ്മർ. ഫോർ എപ്പോഴും മുമ്പിൽ, ബിഫോർ എന്ന അർത്ഥത്തിലാണ്. ഫോർകാസ്റ്റ്, അല്ലേ? ഫോർഹെഡ് നെറ്റി, അല്ലേ? ഫോർസീ, മുൻകൂട്ടി കാണുക. ഫോർവേഡ്, മുമ്പിൽ. ഫോർകാസ്റ്റ്, അല്ലേ? നമ്മുടെ ഈ എന്താ പറയുക, കാലാവസ്ഥ മുൻകൂട്ടി പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. എക്സ്ട്രാ, ബിയോണ്ട്. ബിറ്റ്വീൻ, ഇൻ്റർകാസ്റ്റ്, ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ഇത്രയും വേർഡ്സുകളൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഭാഗത്തുനിന്ന് ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യത്തിന് സാധ്യതയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണ് ആൻസർ? ഫൈൻഡ് ഔട്ട് ദ സൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സ് ഗിവൺ ബിലോ. ഈ ഇരിക്കുന്ന വാക്കാണ് പ്രശ്നം. അതായത് ആട്ടിൻകുട്ടികൾക്ക് പറയുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് ഇത്, ഒന്ന് റാം എന്ന് പറഞ്ഞ മുട്ടനാട്, ആട്ടിൻകുട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. ഓക്കെ, അപ്പോൾ യങ് വൺസ് ഓഫ് എന്താ പറയുക, ഷീപ്പാണ്. റാം, യു. ഇത് വായിക്കുന്നത് യു എന്നാണ്, യു. ഓക്കെ, യു. അപ്പോൾ യു എന്ന് വായിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ശബ്ദം യാ ശബ്ദമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ അ, ഇ, ഉ, ഓ പോലെയുള്ള അല്ലെങ്കിൽ അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങൾ ആയിട്ടുള്ള ശബ്ദങ്ങളാണ് ആദ്യം വരുന്നതെങ്കിൽ ആൻ ഉപയോഗിക്കണം. അല്ലാതെ വ്യഞ്ജന ശബ്ദങ്ങളാണെങ്കിൽ, ഓക്കെ, അതായത് ഖ, ഘ മുതൽ യാ, രാ, ലാ, വ വരെയുള്ള ഏത് ശബ്ദത്തിൽ ആരംഭിച്ചാലും എ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ യായാണ്, യു, യാ ശബ്ദം ആ ഈ ഓല് വരുമോ? ഇല്ല. അതുകൊണ്ട് ആൻ ഉപയോഗിക്കാൻ സാധിക്കില്ല, എ യു. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷനാണ് ഇത് എല്ലാവരെയും ചതിക്കാനുള്ള സാധ്യത. ഇങ്ങനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട, പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് ഞാൻ തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളണം. അതിൽ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് എ യു. പിന്നെ ഈ സാധനമല്ലേ നമ്മുടെ സിനിമയുടെ പേരെന്താ മറന്നുപോയി. ഓജോ ബോർഡിനെ കുറിച്ചൊരു സിനിമയില്ലേ, ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ. നമ്മളെപ്പോഴും മലയാളത്തിൽ ഓജോ ബോർഡ് അല്ലേ, ഓജോ ബോർഡ് എന്ന് പറയും. എന്താണ് ഓജോ ബോർഡ്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ആൻ ഓജോ ബോർഡെന്ന് എഴുതാനാണ് സാധ്യത. ബട്ട് ഇറ്റ്സ് റോങ്, ബിക്കോസ് ഇത് ഓജോ ബോർഡല്ല. അതെന്തുകൊണ്ടാണ് ഓജോ ബോർഡെന്ന് പറയുന്നത് എനിക്കറിയില്ല.
ഒരുപക്ഷെ അത് അങ്ങനെ ഈ ഓയിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടായിരിക്കും ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ടല്ലോ. പണ്ട് കാവ്യ മാധവൻ മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഈ ഓജോ ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് മുതലാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഈ ഓജോ ബോർഡ് ജനകീയമായതെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ സിനിമയിലൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു യങ്ങസ്റ്റേഴ്സിൻ്റെ ഒരു മൂവി ഉണ്ട്. ആ സിനിമയിൽ നമ്മൾ ഓജോ ബോർഡിനെ കുറിച്ച് കേൾക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് ഓജോ ബോർഡ്, ഇറ്റ് ഈസ് വീജ ബോർഡാണ്. ഇത് വായിക്കേണ്ടത് വീജ എന്നാണ്. അതുകൊണ്ട് പരസ്പരം ഒരു ബന്ധമില്ല അല്ലേ, ഒരു ബന്ധമില്ല. പക്ഷെ അത് വായാണ് വായിക്കേണ്ടത്. അത് അങ്ങനെ ചില വാക്കുകളുണ്ട്. വേറൊരെണ്ണം കൂടെ തരാം. അങ്ങനത്തെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ റണ്ടസ് വസ്. ഇത് റണ്ടസ് വസ് എന്ന് എഴുതുമെങ്കിലും ഇത് വായിക്കേണ്ടത് റോണ്ടി വൂ എന്നാണ്. റോണ്ടി വൂ, റണ്ടസ് വസ് അല്ല, റോണ്ടി വൂ ആണ് പ്രൊണൗൺസിയേഷൻ. പിന്നെ അത് ആറും തന്നെയാണ് ഉച്ചരിക്കുന്നതുകൊണ്ട് റോണ്ടി വൂ അവിടെ വരിക. നമുക്ക് പിന്നെ അത് ഇവിടെ അത് പ്രശ്നമുള്ള കേസ്, അല്ലെങ്കിൽ ഞാനത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചാരണം അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീജ ബോർഡാണ്, അതുകൊണ്ട് വരിക. കാരണം ഈ ഓലുണ്ടോ, അതുകൊണ്ട് തന്നെ അവിടെ ആൻ പറ്റില്ല പിന്നെ ഹിസ്റ്റോറിക്കലാണ്. അത് പലപ്പോഴും തെറ്റും. പണ്ട് ഞങ്ങൾ തന്നെ ക്ലാസ്സിലൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കൽ PSC ആൻസർ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സൗണ്ട് തന്നെയാണ്. ആരെങ്കിലും എൻ്റെ പഴയ ക്ലാസ് കണ്ടിട്ടുള്ള ഒരുപാട് പഴയ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ എഡ്യൂക്കേറ്റേഴ്സ് ഉൾപ്പെടെ അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. PSCയുടെ ആൻസറും അങ്ങനെയായിരുന്നു. പക്ഷേ അത് കറക്റ്റല്ല. PSC അത് തിരുത്തും. ഇനി വരുന്ന പരീക്ഷ തിരുത്തും, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകും. ഇവിടെ സൗണ്ട് ഹിസ്റ്റോറിക്കലാണ്, ആൻ ഹിസ്റ്റോറിക്കൽ അല്ല. ഹോട്ടലാണ്, ഹോ ഉണ്ട്, ഹോട്ടൽ. അതുപോലെ ഇയർ ആണ്. ഇത് നമുക്ക് തെറ്റാനുള്ള സാധ്യത നമ്മുടെ ഈ ഇയർ ബുക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇയർ ബുക്ക് എന്ന് കാണാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ന്യൂ ഇയർ ആണല്ലോ, ഇപ്പോൾ ന്യൂ ഇയർ എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വരുമ്പോൾ ആൻ വരും, ആൻ എഴുതും അല്ലേ. പക്ഷേ തെറ്റാണ്. ഇത് വായിക്കേണ്ടത് ഇയർ എന്നല്ല, ഇയർ എന്നാണ്. അതുകൊണ്ട് ശബ്ദം എന്ന് പറയുന്നത് ഒരു വ്യഞ്ജനാക്ഷര ശബ്ദമാണ്, ഇയറാണ്. അപ്പോൾ ഈ പ്രത്യേകം പറഞ്ഞ ഈ നീല കളർ എന്ന വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ ഹൈസ്കൂൾ, യുണീക്ക് മാൻ, KSRTC ബസ്, യൂണിവേഴ്സിറ്റി, യൂണിറ്റ്, യൂണിയൻ, വുമൺ, സ്റ്റോറി, ഫ്ലവർ, യൂണിറ്റ്. പിന്നെ ആൻ വരുന്ന പ്രധാനപ്പെട്ട വാക്കൊന്ന് ഇതാണ്. ഇത് ഹവർ അല്ല, അവറാണ്, സൈലൻ്റ് ആണ്. ഇത് ഹെയർ അല്ല, എയറാണ്, സൈലൻ്റ്, ആൻ എയർ. പിന്നെ ഇങ്ങനത്തെ ലെറ്റേഴ്സ് ആൻ എക്സ്റേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ, എക്സ്. അപ്പോൾ അല്ലേ വരുന്നത്, ആൻ എക്സ്റേ. എന്ന് പറയുമ്പോൾ അല്ല ആദ്യം വരും, ആൻ എഫ്. MLA എന്ന് പറയുമ്പോൾ ആദ്യം അല്ലേ, ആൻ MLA, ആൻ FIR, ആൻ LD ക്ലർക്ക്. പിന്നെ ആൻ ഇൻസെക്റ്റ്, ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ആൻ ഈസി ലെസൺ, ആൻ എഗ്, ആൻ ആക്ടർ, ആൻ അംബ്രല, ആൻ ഓൾഡ് മാൻ, ആൻ ഓറഞ്ച്, ആൻ എലിഫൻറ്റ്, ആൻ ഓണറബിൾ മാൻ, സൈലൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, ആൻ ഓണസ്റ്റ്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള വാക്കുകളെ കൃത്യമായിട്ടൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ടോപ്പിക്ക് വേറെ പഠിക്കണമെന്നില്ല. അത്രയും ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റനുള്ള സാധ്യതയേ ഉള്ളൂ. അത്രയും ഡീപ്പായിട്ട് ഞാൻ ഈ സംഗതി ഇവിടെ അഡീഷണലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. ഈ അസ്സിൽ അവസാനിക്കുന്ന വാക്കുകൾ എപ്പോഴും പ്ലൂറൽ എഴുതുമ്പോൾ ആണ് വരിക എന്നുള്ള ഒരു പൊതുവായൊരു റൂളുണ്ട്. അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റിമുലി, ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. സ്റ്റിമുലി. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. ഇവിടെ തരുന്ന ഈ വാക്കുകൾ, ഈ ലിസ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നോക്കിയേ, ആദ്യം അസ്സിൽ അവസാനിക്കുന്ന വാക്കായ കാക്ടസ്, ഫോക്കസ്, ന്യൂക്ലിയസ്, സിലബസ്, റേഡിയസ്, അലുമിനസ്, ഫംഗസ് ഒക്കെ അസ് അല്ലേ. ഇതിൻ്റെയൊക്കെ പ്ലൂറൽ നോക്കിയാൽ കാക്ടി, ഫോക്കി, ന്യൂക്ലേ, സിലബി, റേഡിയൈ നോക്കണേ, റേഡിയസിൻ്റെ ഓൾറെഡി റേഡിയസിൻ്റെ അസ് പോയി കഴിഞ്ഞാൽ ഒരു റേഡി ഉണ്ട് അവിടെ, ശ്രദ്ധിച്ചില്ലേ, റേഡി പ്ലസ് എന്ത് വേണം, ഒരു ഐയും കൂടെ, അപ്പോൾ റേഡിയൈ. അലൂമിനി, ഫങ്കി, മനസ്സിലായോ, ഫങ്കി. ഇവിടെ ഈ സിലബസിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് 2 പ്ലൂറലുണ്ട്, സിലബസസ് എന്നും പറയാം. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, 2ഉം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചതിയിൽ ഒരു പക്ഷേ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിലബസ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത്. സിലബ് സ്വാഭാവികമായി അസ്സിൽ അവസാനിക്കുന്നുണ്ട്, സിലബി, പിന്നെ സിലബസസും പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തത്. ഉമ്മിൽ അവസാനിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച്. ഡാറ്റം, മീഡിയം, ബാക്ടീരിയം,
സ്ട്രേറ്റം, കരിക്കുലം, സ്റ്റേഡിയം, അക്വേറിയം, ഉമ്മിൽ അവസാനിക്കുന്നതൊക്കെ ആയിലാണ് പ്ലൂറൽ. ആ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡാറ്റം, ഡാറ്റ, മീഡിയം, മീഡിയ, ബാക്ടീരിയം, ബാക്ടീരിയ, സ്ട്രാറ്റം, സ്ട്രാറ്റ, കരിക്കുലം. ഈ കരിക്കുലം സ്പെല്ലിങ്ങിൽ ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. കരിക്കുളും എന്നാണ് എഴുതുക. എന്താണ്? കറി, കുളും. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടീച്ചർമാർക്ക് ഇന്ന് തെറ്റിപ്പോറുണ്ട്. കരിക്കുളും, കുളും. അത് സ്പെല്ലിങ് മിസ്പെൽഡ് വേർഡ്സിൽ അതിൻ്റെ സ്പെല്ലിങ് ചോദിക്കും പരീക്ഷയ്ക്ക്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ കരിക്കുല. പിന്നെ ഈ കരിക്കുലത്തിൻ്റെ പ്ലൂറൽ കരിക്കുലംസ് ഉപയോഗിക്കാം. ഏതുപോലെ? സിലബസ് പോലെ. നോട്ട് ദ പോയിൻ്റ്. അപ്പോൾ ഇത് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു വേർഡാണ് കരിക്കുലം. കരിക്കുലംസ്. ഓക്കെ. ഇനി സ്റ്റേഡിയം, സ്റ്റേഡിയ, അക്വേറിയം, അക്വേറിയ, അതുപോലെ അക്വേറിയംസും യൂസ് ചെയ്യാം. അപ്പോൾ ഇതും ഈ കൂട്ടത്തിൽ ഈ കരിക്കുലം പോലെ തന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വാക്കാണ്. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഇതൊക്കെ വായിച്ച് ക്ലാസ് കണ്ടു പോവുകയും ചെയ്തു പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ തമ്മിൽ തെറ്റും കേട്ടോ. ഓക്കെ. അനാലിസിസ്, ഇസ്സിൽ അവസാനിക്കുന്നത്. അനാലിസിസ്, അനാലിസസ്. എലിപ്സിസ്, എലിപ്സസ്. തീസസ്. ക്രൈസിസ്. ഇതൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒയാസിസ്, ഒയാസസ്. ബേസസ്. ഇതൊക്കെ കുറേ ആവർത്തി ചോദിച്ച വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇസ്സിൽ അവസാനിക്കുന്നവയുടേത് എസ്സിൽ പ്ലൂറൽ വരുന്നു. അതേപോലെ എയിൽ അവസാനിക്കുന്ന വാക്കുകൾ ആൽഗ, ആൽഗേ, അമീബ, അമീബേ, ആൻറ്റന, ആൻറ്റനെ, ഫോർമുല, ഫോർമുലേ, ലാർവ, ലാർവേ, നെബുല, നെബുലേ, വെർട്ടബ്ര, വെർട്ടബ്രേ, അലൂമിന, അലൂമിനെ. നോട്ട് ദ പോയിൻ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിൽ അവസാനിക്കുന്നതൊക്കെ എയിൽ പ്ലൂറൽ വരുന്നു. എ. നോട്ട് ദ പോയിൻ്റ്. ഇനി ഫിനോമിനോൻ, ഓണിൽ അവസാനിക്കുന്നത്. ക്രൈറ്റീരിയോൺ, ഫിനോമേന, ക്രൈറ്റീരിയ. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. സമയമുണ്ടല്ലോ അല്ലേ? ഓക്കെ. അതായത് ഇവിടെ അലൂമിന എന്ന് പറഞ്ഞില്ലേ? എന്താണ് അലൂമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥിനി എന്നാണ്. വിദ്യാർത്ഥിനി. അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് എന്ത് പറയും? വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളാണ്. വിദ്യാർത്ഥിനികൾ. സംശയമൊന്നും വേണ്ട. ആയിൽ അവസാനിക്കുന്നതുകൊണ്ട് അലൂമിനെ. അപ്പോൾ നമ്മൾ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ബാനറിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ്? അലുമിനി മീറ്റ് എന്ന് കണ്ടിട്ടുണ്ട്. അലുമിനി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. അത് ആണും പെണ്ണും വരും. മനസ്സിലായോ? അലുമിനി. അത് അലൂമിനസിൻ്റെ പ്ലൂറലാണ്. അലൂമിനസിൻ്റെ പ്ലൂറലാണ് അലൂമിനി. അലൂമിനസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. മനസ്സിലായോ? ഇത് വിദ്യാർത്ഥികളാണ്. ഇവിടെ എഴുതാൻ സാധനം കുറവാണ്, ചുരുക്കി എഴുതാം. അപ്പോൾ വിദ്യാർത്ഥിക്ക് അലൂമിനസ്, വിദ്യാർത്ഥികൾക്ക് അലൂമിനി. അലൂമിനി. ഈ 4 വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണേ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. പെൺകുട്ടിയാണെങ്കിൽ അലൂമിനി. അലൂമിന. ഫിലോമിനെ ഓർത്താൽ മതി. ഫിലോമിന. അപ്പോൾ പെൺകുട്ടി വിദ്യാർത്ഥിനി, അലൂമിന, ഫിലോമിന. ഓക്കെ. അപ്പോൾ വിദ്യാർത്ഥിനികൾ അതിൻ്റെ പ്ലൂറലാണ് അലൂമിനെ, ഫിലോമിനെ, അലൂമിനെ. എന്നാൽ അത് ആണും പെണ്ണും അല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് എപ്പോഴും പ്രത്യേകിച്ച് റിസർവേഷൻ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. ആണുങ്ങളുടെ റിസർവേഷൻ ആണിനും പെണ്ണിനും ഇരിക്കാം, കോമൺ ആണ്. എന്ന് പറഞ്ഞ മാതിരി ഈ വാക്ക് ആണിനും പെണ്ണിനും കൂടെയുള്ള വാക്കാണ് അലൂമിനസ്. അലൂമിനസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അതിൽ ആണ് വരാം, പെണ്ണ് വരാം. വിദ്യാർത്ഥികൾ അലൂമിനി. അലൂമിനസിൻ്റെ പ്ലൂറൽ അലൂമിനി. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ അലൂമിനി ഫെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, കാര്യം പിടുത്തം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫോർ ദ കണ്ടീഷണൽ സെൻറ്റൻസ്. കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഒരു സംശയം വേണ്ട. ഇവിടെ ഹാഡ് വരുമ്പോൾ ഇവിടെ വുഡ് ഹാവ് ഉണ്ടാവും. വുഡ് ഹാവ് പ്ലസ് V3 ഉണ്ടാവും. വുഡ് ഹാവ് ഗെറ്റിൻ്റെ V3, ഗെറ്റ്, ഗോട്ട്.
അല്ലെങ്കിൽ ഗോട്ടൺ, രണ്ടും പറയാറുണ്ട്. ഗോട്ടാണ് നോർമലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ വി വുഡ് ഹാവ് ഗോട്ട്, ഓപ്ഷൻ ഡി ആണ് ശരി. ശ്രദ്ധിക്കേണ്ട റൂൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ, അതായത് ആദ്യം പറയുന്നിടത്ത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ, ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡിയെന്ന് പകരം ഇഫ് യു സ്റ്റഡി, അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആയില്ലേ. ഇഫ് യു സ്റ്റഡി വെൽ എന്നാണെങ്കിൽ ഇപ്പുറത്തെന്ത് വരും? യു വിൽ. എന്താണ് ഇപ്പുറത്തെ? എന്താ? യു വിൽ ഗെറ്റ്. ബാക്കി ഞാൻ എഴുതുന്നില്ല കേട്ടോ. യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഓക്കെ, വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ സ്റ്റഡി എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ദാറ്റ് മീൻസ് V1 ആണ്. അതുകൊണ്ട് ഇവിടെ വില്ല് വരും. ഉണ്ടോ? വില്ല്. അതേസമയം ഇഫ് യു സ്റ്റഡീഡ് എന്നാണെന്ന് വിചാരിക്കുക. വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, മറ്റേ നീ നന്നായി പഠിച്ചാൽ എന്നാണ് ആദ്യത്തേത്. നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, ഇവിടെ V2 ആണ്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പുറത്തെന്ത് വരും? വുഡ് പ്ലസ് V1 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു വുഡ്, V1 ഗെറ്റ് തന്നെയാണ്. യു വുഡ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ഇനി അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷനിൽ, ഇത് സെക്കൻഡ് കണ്ടീഷൻ. ഇനി തേർഡ് കണ്ടീഷനിൽ നടക്കാത്ത കാര്യങ്ങൾ. നീ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റായി പുറത്ത് വരിക. അതാണ് നമ്മുടെ ചോദ്യം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, അതായത് ഹാഡ് പ്ലസ് V3, കണ്ടില്ലേ? ഹാഡ് പ്ലസ് V3, ദിസ് ഈസ് ഹാഡ് പ്ലസ് ഇത് V3 ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ യു വുഡ് ഹാവ് പ്ലസ് V3, യു വുഡ് ഹാവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്. മനസ്സിലായല്ലോ സംഗതി? ഇനി സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലുണ്ട്. എന്താ സീറോ കണ്ടീഷനിൽ? സീറോ കണ്ടീഷൻ നല്ല ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ. അതായത് ഇഫ് യു നോട്ട് ഈറ്റ്, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലേ. സ്വാഭാവികമായി ഇവിടെ വില്ലാണ്, യു വിൽ ഡൈ എന്നാണ് വേണ്ടത് അല്ലേ. പക്ഷെ അത് തെറ്റാണ്. യു ഡൈ എന്ന് മാത്രം മതി. SP സിമ്പിൾ പ്രസൻറ്റിൽ. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ്, ഇവിടെ സിമ്പിൾ പ്രസൻറ്റ്. യു ഡൈ. ഇഫ് യു നോട്ട് ഈറ്റ് യു ഡൈ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് സീറോ കണ്ടീഷൻ. അങ്ങനെ ഈ 4 കണ്ടീഷനുകളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുസ്തകത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. അതല്ലെങ്കിൽ PSC റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എൻ്റെ മെൻറ്റർ സപ്പോർട്ടും കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യെസ്, അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഈ PSC റാങ്ക് ബുക്കിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെസ്സേജിൻ്റെ അവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആൾക്കാർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പ്രീമിയം മെമ്പർ ആവാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. The exam is dashed than the last one. ഇവിടെ നമ്മുടെ ക്ലൂ ദാൻ ആണ്. ദാൻ ഉണ്ടെങ്കിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഏതാ? പോസിറ്റീവ് ഡിഗ്രി അല്ല, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരിക. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈസിയുടെ കമ്പാരിറ്റീവ്, ഈസി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഈസിയർ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഈസിയസ്റ്റ്. ഈ സൂപ്പർലേറ്റീവ് എപ്പോഴും ST ഉണ്ടാവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ. കമ്പാരിറ്റീവ് ഡിഗ്രിയിലോ ഉണ്ടാവും. ഓക്കെ, ഞാൻ ലിസ്റ്റ് ഇപ്പോൾ തരാം. അപ്പോൾ ഇവിടെ ഈസിയർ ആണ് ശരി. അതെങ്ങനെയാണ് മനസ്സിലായത് കമ്പാരിറ്റീവാണ്? ധാൻ ഉണ്ട്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ധാൻ ഉപയോഗിക്കുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും ധാൻ ഉണ്ടാവും. ധാൻ ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി. മാംഗോ ഈസ് സ്വീറ്റർ ദാൻ, കണ്ടോ? സ്വീറ്റർ ദാൻ ഉണ്ടല്ലോ, ഉണ്ട്. ഫെലിക്സ് ഈസ് ടോളർ ദാൻ ജോസ്. ടോളർ ധാൻ ഉണ്ട്, നോക്കിയാൽ ധാൻ, ടോളർ ദാൻ, പിന്നെ സ്വീറ്റർ ദാൻ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലോ എപ്പോഴും ദ ഉണ്ടാവും. അത് ഇതിൻ്റെ മുമ്പിലുണ്ടാവുക. ദ ടോളസ്റ്റ്, കണ്ടോ? എസ്റ്റ് കണ്ടോ? അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ദ ടോളസ്റ്റ് ആൻഡ് എസ്റ്റ് ദ ബെസ്റ്റ്. എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് വാക്കുകളുടെ
പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഡിഗ്രീസും പറയാം. കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. STCD ഇത് പോസിറ്റീവ്. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ലാർജ്, ലാർജർ, ലാർജസ്റ്റ്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്, ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്, ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. ഇങ്ങനെ അല്ലാത്ത ചില ഇറഗുലർ ആയിട്ടുള്ള വെർബുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ ഞാൻ ഇതിൻ്റെ ക്ലാസ് ചെയ്ത് യൂട്യൂബിലുണ്ട്, ഇല്ലെങ്കിൽ PSC റാങ്ക് ബുക്ക് ആപ്പിലുണ്ട്, അതല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ ചെയ്ത വീഡിയോസ് ഉണ്ട് കേട്ടോ, കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് സോർ? ഇപ്പോൾ അടുത്ത കാലത്ത് കൂടെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വേർഡ് സോർ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് ഒരു മോട്ടോ, ഒരു സ്കൂളിൻ്റെ മോട്ടോ, സോർ ടു സക്സസ്, വിജയത്തിലേക്ക് കുതിച്ചുയരുക. സോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് കുതിച്ചുയരുന്നതിനെയാണ് സോർ എന്ന് പറയാം. അപ്പോൾ ഡിസെൻഡ് അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഡിക്രീസ് ഓപ്പോസിറ്റാണ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നാണ്. ഇനി ഇത് ഒരു ആംബിഗ്വിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം എന്താ? അസെൻ്റ് ഉണ്ടല്ലോ ഇവിടെ. സിനോണിം സോർ, കുതിച്ചുയരുക, മുകളിലേക്ക് ഉയരുക, അസെൻ്റ്, അതാണ് അതിൻ്റെ സിനോണിം. ഓക്കെ, അസെൻ്റ്, സോറ്, അസെൻ്റ്. മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസെൻ്റ്. ഇനി അടുത്തേക്ക് വരാം. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. സ്വാഭാവികമായിട്ടും ആമിനെ പുറത്തിട്ടിട്ട് ആം പ്ലസ് നോട്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ടാങ്കിൽ ആം പ്ലസ് നോട്ട് ഈക്വൽ ടു ആറൻറ്റ് ആണ്. ആറൻറ്റ് ഐ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കിട്ടിയില്ലേ? 9ാമത്തേത്, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർട്ട്ഹൈറ്റ്. അപ്പാർട്ട്ഹൈറ്റ് എന്നത് വായിക്കുക. അപ്പാർട്ട്ഹൈറ്റ്, ആ ഹെയ്റ്റിൽ തന്നെ ഉണ്ട് ഹെയ്റ്റ് അല്ലേ, ഹെയ്റ്റ് ഉണ്ട് അല്ലേ. അപ്പാർട്ട്ഹൈറ്റ്, അപ്പാർട്ട്ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനമാണ്. എന്താണ്? വർണ്ണ വിവേചനത്തെയാണ് നമ്മൾ അപ്പാർട്ട്ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെൽസൺ മണ്ടേലയെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പഠിച്ചില്ലേ? ഈ അപ്പാർട്ട്ഹൈറ്റിനെതിരെ പോരാടിയിട്ടുള്ള കറുത്തവർഗ്ഗക്കാർക്കെതിരെയുള്ള അപ്പാർട്ട്ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വിവേചനം, സെപ്പറേറ്റ്നെസ്, ഈ അപ്പാർട്ട്ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വിവേചനമാണ്, വർണ്ണവിവേചനം അല്ലെങ്കിൽ വേർതിരിക്കൽ, സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി. അതായത് അപ്പാർട്ട്ഹൈറ്റിൻ്റെ സിനോണിംസ് ആണ് സെപ്പറേറ്റ്നെസ്, സെഗ്രിഗേഷൻ, ഡിസ്ക്രിമിനേഷൻ. ഇതിലേതും പരീക്ഷകളിൽ ഇനിയും വരാം. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ കാലത്ത് ബ്രിട്ടീഷുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു അധികാര വ്യവസ്ഥയാണ് ഡച്ച് ഡ്യൂക്കും. ഡച്ചസിൻ്റെ ഭാര്യ ഡ്യൂക്കാണ്. ഡ്യൂക്ക് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, ശ്രദ്ധിക്കണം. ബാച്ചിലർ, അതിൻ്റെ ഫെമിനൈൻ ജെൻഡർ, സ്പിൻസ്റ്ററും മെയ്ഡും. 2 പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, സ്ഥിരം ചോദിക്കുന്ന വാക്കുകളാണ്, അത് ഓർത്തിരിക്കണം. ബോയ് സ്കൗട്ട് ബോയ് ഗൈഡാണ്, ഗേൾ ഗൈഡാണ്. ബോയ് സ്കൗട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഗേൾ ഗൈഡാണ്. ഓക്കെ, ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത്. ബ്രൈഡ് ഗ്രൂം, വരൻ, വധുവിനെ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ മതി. വരനിലൊരു ഗ്രൂം ഉണ്ടാവും അല്ലേ, ബ്രൈഡ് ഗ്രൂം. വധുവിൽ ബ്രൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്യൂക്ക്, ഡച്ചസ്, ഇതാണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചത് നമ്മൾ കണ്ടത്. ഫിയാൻസ് അല്ലേ, പ്രതിശ്രുത വരൻ, പ്രതിശ്രുത വധുവിനെ ഫിയാൻസി. പിന്നെ സന്യാസി, ക്രിസ്ത്യൻ സന്യാസിമാർക്ക് ഫ്രയർ, ഹിന്ദു സന്യാസിമാർക്ക് മോങ്ക്. പക്ഷേ രണ്ടിൻ്റെ സ്ത്രീലിംഗം നണ്ണാണ്. ഹീറോ, ഹീറോയിൻ, ഹോസ്റ്റ്, ഹോസ്റ്റേഴ്സ്, ലാഡ്, മോനെ മോളെ എന്നൊക്കെ വിളിക്കൂലേ, അതിനെ ലാഡ്, ലാസ് മോളെ, ലാഡ് മോനെ. ലോഡ്, ലേഡി, പ്രഭു, പ്രഭി. മാൻ സെർവൻറ്റ്, വേലക്കാരൻ. മെയ്ഡ് സെർവൻറ്റ്, വേലക്കാരി. നോക്കണേ, വുമൺ സെർവൻ്റ് അല്ല, മെയ്ഡ് സെർവൻറ്റ്. മാസ്റ്റർ, മിസ്ട്രസ്. മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. മിൽക്ക് വുമൺ അല്ല, മിൽക്ക് മെയ്ഡ്. നെഫ്യൂ, നീസ്, ആവർത്തിച്ച് ചോദിക്കുന്ന വാക്കാണ്. ട്രൈറ്റർ, ട്രൈറ്റസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചതിയൻ, വഞ്ചകൻ, വഞ്ചകി. വിഡോവർ, വിഭാര്യൻ, വിഭാര്യൻ, വിഡോ, വിധവ. വിസാഡ്, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദിയായ ആണുങ്ങൾ. വിച്ച്, മന്ത്രവാദിനി. ഓക്കെ, ഈ ലിസ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് മാത്രം പഠിച്ചാലും മതി ഈ ടോപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സെഷനോടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ഫോളോ ചെയ്യാൻ ഇന്ന് മുതൽ തീരുമാനിച്ചിട്ട് താഴെ പറയാം. യെസ്, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന് മുതൽ ഇത് ഫോളോ ചെയ്യും.
എല്ലാ വീഡിയോയുടെ താഴെയും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാ വീഡിയോയുടെയും ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കാനാണ്. എത്ര പേര് തുടക്കം മുതൽ അവസാനം വരെ ഈ സീരീസിൻ്റെ കൂടെ, അതായത് മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഫോളോ ചെയ്യാൻ ചലഞ്ച്. നിങ്ങളാരും ഫോളോ ചെയ്യില്ല, നിങ്ങളൊക്കെ നിർത്തിപ്പോകും. ഞാൻ പറയുന്നു അങ്ങനെയല്ല, നിർത്തിപ്പോവില്ല, ഫോളോ ചെയ്തിരിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യും, കാണട്ടെ. 50 എണ്ണം നിങ്ങൾ ഫോളോ ചെയ്താൽ, 50 അല്ല 50 ഞാൻ നിർത്തില്ല, ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു മേലേക്ക്. പക്ഷെ മിനിമം 50 എണ്ണമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ എക്സ്പേർട്ടായിരിക്കും ഈ മേഖലയിൽ. ഓക്കെ, നോക്കാം നമുക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാ, താഴെ കമൻറ്റ് ഇടും. ഓക്കെ, എനിവേ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ നാളെ തന്നെ കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.